ഹലോ യൂട്യൂബ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്ഥിരം പരിപാടിയായ മൈലേജ് ടെസ്റ്റ് ആയിട്ട് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ അപ്രില 125cc അപ്രില സ്ട്രോങ് എഡിഷൻ്റെ ഒരു മൈലേജ് ടെസ്റ്റാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൈലേജ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ കറക്റ്റായിട്ട് ഈ വണ്ടിയിൽ പെട്രോൾ ഫുള്ളായി ബ്ലാങ്ക് ആക്കിയതിന് ശേഷം 1 ലിറ്റർ കറക്റ്റായിട്ടുള്ള പെട്രോൾ ഫില്ല് ചെയ്ത് എത്രത്തോളം കിലോമീറ്റർ ഓടുന്നുള്ളതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മുഴുവൻ എണ്ണ ഇപ്പം ബ്ലാങ്ക് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇത് കാണാം, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ട്രിപ്പ് 1 0 ആയിട്ടുണ്ട്. അതുപോലെ ട്രിപ്പ് 2യും 0 ആക്കിയിട്ടുണ്ട്. ടോട്ടൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1945 കിലോമീറ്ററാണ്. അപ്പോൾ എത്രത്തോളം കിലോമീറ്റർ ഓടും എന്നുള്ളത് നമുക്കിപ്പോൾ 1 ലിറ്റർ പെട്രോൾ കറക്റ്റായി ചോദിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 1 ലിറ്റർ കണക്കായിട്ടുള്ള പെട്രോളാണ് നമ്മളെടുത്തിട്ടുള്ളത്. 2.5 ലിറ്ററിൻ്റെ ബോട്ടിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് പകുതിയായിട്ട് കാണുന്നത്. 1 ലിറ്റർ കറക്റ്റായിട്ടുള്ള പെട്രോളാണിത്. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യണം. അപ്പോൾ 1 ലിറ്റർ കറക്റ്റായിട്ടുള്ള പെട്രോൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഓരോ 10 കിലോമീറ്ററിലുമാണ് ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഞാൻ റൺ ചെയ്യുന്നത് എക്കണോമിക് സ്പീഡിൽ മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 10 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 കിലോമീറ്റർ വണ്ടി ഓടിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വണ്ടിയുടെ പെർഫോമൻസ് അത്രയും നല്ലതാണ്. ത്രോട്ട് റെസ്പോൺസ് ഒക്കെ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ റേസിങ്ങിന് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പായുന്നത് നല്ല പുള്ളിങ്ങോടുകൂടി പായുന്നത് കാണാം. അതുപോലെ തന്നെ പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ 90 സ്പീഡിലൊക്കെ പോകുമ്പോൾ തന്നെ വണ്ടിയുടെ വൈബ്രേഷൻസ് ഒട്ടുമില്ല. അതുപോലെ തന്നെ സ്കിഡിങ് ടെൻഡൻസി വളരെ കുറവാണ്. വണ്ടി സ്കിഡാന്നൊരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് വണ്ടി ചെരിച്ചൊക്കെ എടുത്താൽ തന്നെ വണ്ടിയുടെ സ്കിഡിങ് ടെൻഡൻസി ഒക്കെ വളരെ കുറവാണ്. പോരായ്മ തോന്നിയത് സസ്പെൻഷൻ്റെ കാര്യത്തിലാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുറച്ച് പോരായ്മ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈഡർ സീറ്റിലാണെങ്കിലും പില്ലൻ സീറ്റിലാണെങ്കിലും നല്ല കംഫർട്ടാണ് വണ്ടി. എൻ്റെ പില്ലൻ പറഞ്ഞത് പില്ലിനും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ തന്നെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് എനിക്ക് എൻഡോർക്കിലും അതുപോലെ തന്നെ ആക്സസിലൊക്കെ ഫീൽ ചെയ്ത സീറ്റിന് അടിയിലായിട്ടുള്ള വരുന്ന സ്പേസിൽ ഹീറ്റ് അത് ഈ വണ്ടിയിലും ഉണ്ട് കേട്ടോ. അത് ആക്റ്റീവയിൽ ഞാൻ തീരെ കണ്ടിട്ടില്ല. പക്ഷേ എൻഡോർക്ക് അതുപോലെ തന്നെ ആക്സസിൽ നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിലും അത്യാവശ്യം ചൂട് സീറ്റിനടിയിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ഈ വണ്ടി എടുക്കേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഈ വണ്ടി അത്ര സ്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കിപ്പോൾ ചെത്തി നടക്കാനൊക്കെ ആണെങ്കിൽ സ്പോർട്ടി ടൈപ്പ് വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യുന്നതാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വണ്ടിയേക്കാൾ നല്ലത് മറ്റുള്ള വണ്ടികളാണ്. വണ്ടി 20 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. ഇതുവരെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടി സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ 30 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. ഇതുവരെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 30 കിലോമീറ്റർ പിന്നിട്ടിട്ടും വണ്ടി സ്മൂത്തായിട്ട് തന്നെ റണ്ണാകുന്നുണ്ട്.
ടോട്ടൽ 36 കിലോമീറ്ററിൽ വണ്ടി നിന്നിട്ടുണ്ട്. ടോട്ടൽ കിലോമീറ്റർ 1981. 36 കിലോമീറ്റർ ട്രിപ്പ് സെറ്റ് ചെയ്തത്. 36 കിലോമീറ്ററിൽ വണ്ടി നിന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാം, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, വണ്ടി ഫുള്ളായിട്ട് ഓഫായിട്ടുണ്ട്. ഉള്ള മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 36 കിലോമീറ്ററാണ്. 1 ലിറ്റർ പെട്രോളിൽ കിട്ടിയ മൈലേജ് 36 കിലോമീറ്ററാണ്. അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എന്നാലും മൈലേജ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് സർവീസ് മാത്രം കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ തേർഡ് സർവീസ് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു മൈലേജ് കൂടി ലഭിക്കാം. കാരണം 40 കിലോമീറ്റർ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കാണുന്ന പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.